നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് മണ്ഡലത്തിൽ നടത്തിയ മോക്ക് പോളിൽ ചെയ്യാത്ത വോട്ടിംഗ് മെഷീൻ BJP സ്ഥാനാർത്ഥിയുടെ പേരിൽ രേഖപ്പെടുത്തിയെന്ന പരാതിയിൽ ഇടപെട്ട് സുപ്രീം കോടതി. മോക്ക് പോളുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആക്ഷേപങ്ങൾ പരിശോധിക്കാൻ സുപ്രീം കോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകി. കാസർഗോഡ് മണ്ഡലത്തിൽ മോക്ക് പോളിനിടെ ഉയർന്നുവന്ന പരാതി. ആരോപണം ഉന്നയിച്ച ഏജന്റുമാരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ. പ്രശ്നം കണ്ട മെഷീനിൽ പരിശോധന നടത്തി. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ LDFന്റെ പ്രചരണ വീഡിയോ വിവാദത്തിൽ. LDF ഔദ്യോഗിക പേജിലാണ് വീഡിയോ ഇറക്കിയത്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സർക്കാർ പ്രഖ്യാപിച്ച സൗജന്യ ചികിത്സയും മുടങ്ങി. വൻതുക കുടിശ്ശികയായതോടെയാണ് മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രികൾ ചികിത്സ നിർത്തിവച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമുള്ള വീട്ടിലെ വോട്ടിന് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ തുടക്കമായി. ജനാധിപത്യത്തിന് കരുത്തു പകരാൻ 111-ാം വയസ്സിലും വോട്ട് ചെയ്ത് കാസർഗോഡ് വെള്ളിക്കോത്തെ കുപ്പച്ചിയമ്മ. 34 വർഷങ്ങൾക്ക് മുമ്പുള്ള കേസിലെ വാറന്റ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുണിയ ചരുമ്പയിലെ CH മുഹമ്മദ് ഷാഫിയാണ് നീലേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തത്. വാർത്തകൾ വിശദമായി. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കാസർഗോഡ് മണ്ഡലത്തിൽ നടത്തിയ മോക്ക് പോളിൽ ചെയ്യാത്ത വോട്ടിംഗ് മെഷീൻ BJP സ്ഥാനാർത്ഥിയുടെ പേരിൽ രേഖപ്പെടുത്തിയെന്ന പരാതിയിൽ ഇടപെട്ട് സുപ്രീം കോടതി. മോക്ക് പോളുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആക്ഷേപങ്ങൾ പരിശോധിക്കാൻ സുപ്രീം കോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകി. മോക്ക് പോളിൽ കുറഞ്ഞത് 4 വോട്ടിംഗ് യന്ത്രങ്ങൾ BJPക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് പരാതി. ഇതുമായി ബന്ധപ്പെട്ട് LDF UDF സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാർ പരാതി ഉന്നയിച്ചിരുന്നു. മൊഗ്രാൽ പുത്തൂർ പോളിംഗ് ബൂത്തിലെ 1-8, കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ 139, മായിപ്പാടി ഡയറ്റിലെ 18 എന്നീ ബൂത്തുകളിലെ മെഷീനുകളിലാണ് ഈ പരാതി ഉയർന്നത്. പട്ടികയിൽ ആദ്യ സ്ഥാനാർത്ഥിയായതുകൊണ്ടാണ് ഒരു വോട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ട് വീഴുന്നതെന്നും ആദ്യത്തേത് മറ്റേതെങ്കിലും സ്ഥാനാർത്ഥിയാണെങ്കിലും ഇങ്ങനെ തന്നെയായിരിക്കുമെന്ന് പരിശോധകർ പറഞ്ഞു. എണ്ണാനുള്ളതല്ല എന്ന് VVPATൽ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുള്ളതിനാൽ ഗൗരവമുള്ളതല്ല എന്നും പറയുന്നു. അതേസമയം VVPAT എണ്ണേണ്ടി വരുമ്പോൾ വോട്ട് തങ്ങളുടേതാണെന്ന് BJP അവകാശപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് പരാതിക്കാരുടെ വാദം. ഇത് കൗണ്ടിംഗ് കേന്ദ്രങ്ങളിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കും. ഈ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ ചീഫ് ഏജന്റിന് പരാതി നൽകി. നിരവധി ആരോപണങ്ങൾ ഓൾറെഡി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് EVM ഓപ്പറേഷനെ കുറിച്ച്, EVM മെഷീൻസിനെ കുറിച്ച്, EVM സിസ്റ്റം ഓഫ് വോട്ടിങ്ങിനെ കുറിച്ചിട്ട് ധാരാളം പരാതികൾ നമ്മുടെ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുകയാണ്. അപ്പോൾ സംശയങ്ങൾ, ജനങ്ങളുടെ വോട്ടർമാരുടെ ഹൃദയത്തിൽ ഇത്തരം സംശയങ്ങൾ ബലപ്പെട്ടു വരികയാണ്. കാരണം ഈ ഒരു ടെക്നോളജി എത്ര അഡ്വാൻസ്ഡ് ആയാലും ഇത്തരം ടെക്നോളജിയൊക്കെ നമ്മുടെ കയ്യിലാണ്. അതിലൊക്കെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സ്വാഭാവികമായിട്ടും ആർക്കെങ്കിലും അതിൻ്റെ കീയൊക്കെ അറിയും, അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള മാത്രമല്ല പല സ്ഥലത്തും അതിനെക്കുറിച്ചിട്ടുള്ള വിവാദങ്ങളുണ്ട്. പല യൂറോപ്യൻ രാഷ്ട്രങ്ങളൊക്കെ ഇതൊക്കെ ഈ സിസ്റ്റം മാറ്റി ബാലറ്റിൻ്റെ കാര്യത്തിൽ അവരൊക്കെ മാനുവൽ സിസ്റ്റത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പോയി കഴിഞ്ഞു. 228 മെഷീനുകളാണുള്ളത്. ഒരു റൗണ്ടിൽ 20 മെഷീനുകളാണ് എണ്ണുക. 3 റൗണ്ട് കഴിഞ്ഞപ്പോൾ 4 മെഷീനുകളിൽ പരാതി ഉയർന്നു. സംഭവത്തിൽ മോക്ക് പോൾ നടത്താനാണ് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. BJPക്ക് പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയ കാര്യം അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷണാണ് സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. മാധ്യമവാർത്തകൾ ഉദ്ധരിച്ചായിരുന്നു ഭൂഷൺ ഇത് കോടതിയെ ധരിപ്പിച്ചത്. തുടർന്ന് വിഷയം പരിശോധിക്കാൻ ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദിബാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് മണ്ഡലത്തിൽ മോക്ക് പോളിനിടെ ഉയർന്നുവന്ന പരാതി. ആരോപണം ഉന്നയിച്ച് ഏജന്റുമാരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ. പ്രശ്നം കണ്ട മെഷീനിൽ പരിശോധന നടത്തി. 1000 വോട്ട് ചെയ്ത് നോക്കിയതിൽ പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്ന് ഏജന്റുമാർ ഒപ്പിട്ട് നൽകിയിട്ടുണ്ടെന്നും കളക്ടർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒരു പരാതി ഒരു മണ്ഡലത്തിൽ നിന്ന് വന്നത് ഒരു പർട്ടിക്കുലർ കാൻഡിഡേറ്റ് സ്ലിപ്പ് മാത്രം ഇത് ഇടാതെ തന്നെ വരണുണ്ട് എന്നാണ് പരാതി വന്നത്. അപ്പോൾ ആ പരാതി നമ്മൾ അപ്പോൾ തന്നെ പരിശോധിച്ചു. നമ്മുടെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ അവിടെ ഉണ്ടായിരുന്നു, ഈ ബെൽ എഞ്ചിനീയേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. ഈ കാൻഡിഡേറ്റ്സ്
ഏജൻറ്റ്മാരെ നമ്മൾ അപ്പം തന്നെ ബോധ്യപ്പെടുത്തി ഇത് ഏതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ അവർ ആ ഒരു വി വി പാറ്റ് കൊണ്ടുപോയി 1000 വോട്ട് ഇട്ടു. ഏത് വി വി പാറ്റിലാണോ അവർക്ക് സംശയം ഉണ്ടായിരുന്നോ ആ വി വി പാറ്റ് എടുത്ത് കൊണ്ടുപോയി മാർക്ക് പോൾ ചെയ്ത് 1000 വോട്ടുകൾ ഇട്ടു. 1000 വോട്ടുകൾ ഇട്ടിട്ട് അവർ എല്ലാം കൗണ്ട് ചെയ്തു കൺവിൻസിങ് ആയിട്ട് നമുക്ക് ഒരു സർട്ടിഫിക്കറ്റും ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് സർട്ടിഫൈഡ് ദാറ്റ് ഡ്യൂറിങ് കമ്മീഷനിങ് ഓഫ് EVMs ആൻഡ് VVPATs mark poll of 1000 votes have been casted on the 5% randomly selected EVMs as well as VVPATs. The electronic results tallied with the paper count picked up by me. There are no discrepancy between the votes polled during the mock poll. ഡിസ്ക്രിപ്പൻസി ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഈ കാൻഡിഡേറ്റ്സിൻ്റെ ഏജൻറ്റുമാരെ നമുക്ക് ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അവർ ബോധ്യപ്പെട്ടതാണ്. എല്ലാം ബോധ്യപ്പെട്ട ശേഷമാണ് നമ്മൾ ഈ കമ്മീഷനിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കിയത്. അപ്പോൾ അതിൽ ഒരു സംശയമേ വേണ്ട. ഈ പ്രോസസ്സ് നമ്മൾ വളരെ ഇതെല്ലാം CCTV ക്യാമറയിൽ റെക്കോർഡിംഗ് ഉണ്ട്. ഈ കമ്മീഷനിങ് മുഴുവനും അവിടെ ഉള്ള CCTV ക്യാമറയിൽ എന്താണ് അവിടെ നടന്നത് എല്ലാം CCTV ക്യാമറയിലും ഉണ്ട്. ഇതിൻ്റെ റെക്കോർഡ് മുഴുവൻ നമ്മുടെ കയ്യിലുണ്ട്. പോളിംഗ് ദിവസവും ഞാൻ പറഞ്ഞ മാതിരി ഒരു മാർക്ക് പോൾ 50 ഇടുന്നുണ്ട്. അപ്പോൾ ഇത് 3 സ്റ്റേജിൽ നടത്തുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഈ വിശ്വാസത്തെ പറ്റി ഒരു പ്രശ്നവും ഒരു ആശങ്കയും വേണ്ട. നമ്മൾ 100% കൺവിൻസ്ഡ് ആണ്. നിങ്ങൾ വിശ്വസിക്കണം. ഇത് വളരെ ഒരു EVM പറഞ്ഞാൽ അത്രയും ഒരു സ്റ്റാൻഡ് അലോൺ മെഷീൻ, നോ കണക്ഷൻ ഔട്ട്സൈഡ്, സ്റ്റാൻഡ് അലോൺ മെഷീൻ, ഒരു കണക്ഷൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വെച്ചിട്ടാണ് ഈ പ്രോസസ്സെല്ലാം നമ്മൾ ചെയ്തു വരുന്നത്. അപ്പോൾ ഇതിൽ അങ്ങനെ ഒരു അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു തെറ്റായിട്ടുള്ള പ്രചരണം അത് ശരിയല്ല. അത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ വളരെ ഒരു പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൽ ഒരു ആശങ്കയും ആർക്കും ഉണ്ടാകാൻ പാടില്ല. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജുമോൻ ഉണ്ണിത്താനെതിരെ LDFന്റെ പ്രചരണ വീഡിയോ വിവാദത്തിൽ. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തെ UDF സ്ഥാനാർത്ഥിക്ക് പ്രചരണത്തിന് ഇറങ്ങാൻ നെറ്റിയിലെ കുറി മായ്ച്ചു കളയണമെന്നും കയ്യിലെ ചരടുകൾ പൊട്ടിച്ചു മാറ്റണമെന്നും മുണ്ട് ഇടത്തോട്ട് ഉടുക്കണമെന്നും പറയുന്ന വീഡിയോയാണ് ഔദ്യോഗിക പേജിലൂടെ LDF ഇറക്കിയത്. ഇന്നത്തെ ആദ്യ സ്വീകരണ പരിപാടി മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തെ UDF സ്ഥാനാർത്ഥിക്ക് പ്രചാരണത്തിന് ഇറങ്ങാൻ നെറ്റിയിലെ കുറി മായ്ച്ചു കളയണമെന്നും കയ്യിലെ ചരടുകൾ പൊട്ടിച്ചു മാറ്റണമെന്നും മുണ്ട് ഇടത്തോട്ട് ഉടുക്കണമെന്നും പറയുന്ന വീഡിയോയാണ് LDF ഇറക്കിയത്. കഴിച്ചോട്ട് ഓടിയേക്കരുത്. ഇല്ലപ്പാ MP ബാലകൃഷ്ണന്റെയും CPM ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന CH കുഞ്ഞമ്പു MLAയുടെയും ഔദ്യോഗിക സാമൂഹ്യ മാധ്യമ പേജിലുമാണ് വീഡിയോ പ്രത്യക്ഷപ്പെട്ടത്. വിവാദമായതോടെ വീഡിയോ നീക്കം ചെയ്തിട്ടുണ്ട്. വീഡിയോക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് UDFന്റെ തീരുമാനം. സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. മതേതരത്വത്തിന് പേര് കേട്ട നാടാണ് കേരളവും, പ്രത്യേകിച്ച് കാസർഗോഡ്. തളങ്കര അതിനേക്കാൾ പേര് കേട്ട നാടാണ്. അവിടെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാലിക് ദിനാർ ഉള്ളത്. അവിടെ പോകുന്ന ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനെ അപകീർത്തിപ്പെടുത്തത്തക്ക നിലയിൽ, വർഗീയമായ ചേരിതിരിവുണ്ടാക്കാൻ സഹായിക്കത്തക്ക നിലയിൽ CPM ഒരു വീഡിയോ ഇറക്കിയത് അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമായ കാര്യമാണ്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതിനുവേണ്ടി പരാതി നൽകും. അത്തരം പ്രചരണങ്ങൾ ഉണ്ടാകുന്നത് ഒരിക്കലും ശരിയല്ല. മുസ്ലിം സമുദായത്തെ ആകെ അപമാനിക്കുന്ന വീഡിയോയെ ജനങ്ങൾ വിലയിരുത്തട്ടെ എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത്. വർഗീയ പ്രചരണത്തിൽ CPM BJPയെ മറികടന്നതായി NA നെല്ലിക്കുന്ന MLAയും ആരോപിച്ചു. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തെ ആക്ഷേപിക്കുന്ന തരത്തിൽ വീഡിയോ പുറത്തിറങ്ങിയത് ദോഷം ചെയ്യുമെന്നാണ് LDFന്റെ വിലയിരുത്തൽ. വീഡിയോ പുറത്തുവന്നത് സംബന്ധിച്ച് പാർട്ടിയിലും ചർച്ചയായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ഈ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാവാതിരിക്കാനാണ് നരേന്ദ്രമോദി RSSന്റെ അജണ്ട നടപ്പാക്കുന്നതെന്ന് കോൺഗ്രസ് ദേശീയ പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. കാടങ്കോട് നടന്ന മത്സ്യത്തൊഴിലാളി കുടുംബ സംഗമം നാട്ടുകൂട്ടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല.
അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളി കുടുംബ സംഗമം കാടാങ്കോട് ജയ്ഹിന്ദ് വായനശാല പരിസരത്ത് വെച്ചാണ് സംഘടിപ്പിച്ചത്. സംഗമം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും സംസ്ഥാന തെരഞ്ഞെടുപ്പ് പ്രചാരണ കമ്മിറ്റി ചെയർമാനുമായ രമേശ് ചെന്നിത്തല MLA ഉദ്ഘാടനം ചെയ്തു. ഒരു മതത്തിൽ വിശ്വസിക്കാത്തവർക്കും ഇവിടെ കഴിയാനും ജീവിക്കാനും വളരാനും ഒക്കെയുള്ള അവസരമാണ് നമ്മൾ കൊടുക്കുന്നത്. അതാണ് നമ്മുടെ സംസ്കാരം. ദൗർഭാഗ്യവശാൽ ആ സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യാൻ RSSഉം BJPയും ശക്തമായി ശ്രമിക്കുകയാണ്. അവരാഗ്രഹിക്കുന്നത് രാജ്യത്തെ വർഗീയമായി ഭിന്നിപ്പിക്കുക. 10 വർഷമായല്ലോ നരേന്ദ്രമോദി ഭരിച്ചിട്ട് എന്ത് നേട്ടമുണ്ടായി? യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് KK ബാബു അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ, KPCC സെക്രട്ടറി നീലകണ്ഠൻ K, ഹക്കീം കുന്നിൽ, സേവാദൾ സംസ്ഥാന പ്രസിഡന്റ് രമേശൻ കരുവാച്ചേരി, വൈസ് പ്രസിഡന്റ് KK രാജേന്ദ്രൻ, മുൻ MLA KP കുഞ്ഞിക്കണ്ണൻ, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി R ഗംഗാധരൻ, മുസ്ലിം ജില്ലാ സെക്രട്ടറി TCA റഹ്മാൻ, DCC ജനറൽ സെക്രട്ടറി KP പ്രകാശൻ, UDF കൺവീനർ മുഹമ്മദ്, ഉണ്ണി, നാരായണൻ, ഡോക്ടർ ശശിധരൻ, മൂത്തൽ കണ്ണൻ, സുധീന്ദ്രൻ B, K കേളൻ, വിജയൻ, ദാമോദരൻ എന്നിവർ സംസാരിച്ചു. UDF കൺവീനർ K ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ ജനറൽ സെക്രട്ടറി പ്രദീപ് തുരുത്തി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സർക്കാർ പ്രഖ്യാപിച്ച സൗജന്യ ചികിത്സയും മുടങ്ങി. വൻതുക കുടിശ്ശികയായതോടെയാണ് മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രികൾ ചികിത്സ നിർത്തിവച്ചത്. നേരത്തെ ലക്ഷങ്ങൾ കുടിശ്ശികയായതോടെ ദുരിതബാധിതർക്കുള്ള സൗജന്യ മരുന്ന് വിതരണവും വാഹന സൗകര്യവും നിർത്തിവച്ചിരുന്നു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് മംഗളൂരുവിലെ ആശുപത്രികളിൽ സൗജന്യ ചികിത്സ മുടങ്ങിയിട്ട് 3.5 മാസം പിന്നിടുന്നു. ചികിത്സാ ചെലവ് എത്രയാണോ ആ തുക കേരള സർക്കാർ ഈ ആശുപത്രികൾക്ക് കൊടുക്കുകയാണ് പതിവ്. കഴിഞ്ഞ വർഷത്തെ ചികിത്സാ ചെലവ് ഇനത്തിൽ 1 കോടിയിലേറെ രൂപ നൽകാനുണ്ട്. തുക കുടിശ്ശികയായതോടെയാണ് സൗജന്യ ചികിത്സ നിർത്തിയതെന്ന് ആശുപത്രി അധികൃതർ പറയുന്നു. ചികിത്സ മുടങ്ങിയ കാര്യമറിയാതെ കാസർഗോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രോഗികൾ മംഗളൂരു വരെ പോയി കണ്ണീരോടെ മടങ്ങുകയാണ്. കസ്തൂർബ മെഡിക്കൽ കോളേജിന്റെ 3 ആശുപത്രികളിലാണ് സൗജന്യ ചികിത്സാ പദ്ധതി. ഇവരുമായി കേരള സർക്കാർ എല്ലാ വർഷവും കരാറിലേർപ്പെടും. ഓരോ വർഷവും കരാർ പുതുക്കുകയും ആ വർഷം കൊടുക്കേണ്ട തുക മുഴുവൻ നൽകുകയും ചെയ്യുന്നതായിരുന്നു രീതി. 2023 നൽകേണ്ട തുക കൊടുക്കുകയോ കരാർ പുതുക്കുകയോ ചെയ്തിട്ടില്ല. മാർച്ചിൽ ഇത് സംബന്ധിച്ച് സർക്കാർ തലത്തിൽ കൂടിയാലോചന നടക്കുകയും തുക ഉടൻ വിതരണം ചെയ്യുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നുവെന്നും തിരഞ്ഞെടുപ്പ് കാലമായതിനാലാണ് തുക വൈകുന്നതെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. 6000-ലേറെ രോഗികൾ എൻഡോസൾഫാൻ ദുരിതബാധിത പട്ടികയിലുണ്ട്. ഇവരിൽ 1000-ഓളം പേർ ആശ്രയിക്കുന്നത് മംഗളൂരുവിലെ ആശുപത്രികളെയാണ്. കേരളത്തിലെ 14 ആശുപത്രികളിലും കർണാടകയിലെ 3 ആശുപത്രികളും ഉൾപ്പെടെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് 17 ആശുപത്രികളിലാണ് സൗജന്യ ചികിത്സ നൽകുന്നത്. കേരളത്തിലേത് സർക്കാർ ആശുപത്രികളാണ്. വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് മംഗളൂരുവിലെ ആശുപത്രികളെ കൂടി ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സഹായധനവും ചികിത്സയും മരുന്നും മുടങ്ങിയിട്ട് മാസങ്ങളായി. തിരഞ്ഞെടുക്കപ്പെട്ട 11 പഞ്ചായത്തുകളിലെ രോഗികളെ ആശുപത്രിയിലെത്തിക്കാൻ ആരോഗ്യവകുപ്പ് വാഹന സൗകര്യം ഏർപ്പാടാക്കാറുണ്ട്. ഇത്തരം ആനുകൂല്യങ്ങളൊന്നും ഇപ്പോൾ ലഭിക്കുന്നില്ല. മംഗളൂരുവിലെ ആശുപത്രിയിലെ കുടിശ്ശിക, ആശുപത്രികളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനുള്ള വാഹന സൗകര്യം എന്നിവയ്ക്കെല്ലാം കൂടി ഈ വർഷം 4.25 കോടി രൂപയാണ് ആരോഗ്യവകുപ്പ് സാമൂഹിക നീതി വകുപ്പിനോട് ആവശ്യപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജനാധിപത്യത്തിന് കരുത്തു പകരാൻ 111-ാം വയസ്സിലും വോട്ട് ചെയ്ത് കാസർഗോഡ് വെള്ളിക്കോത്തെ കുപ്പച്ചിയമ്മ. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമുള്ള വീട്ടിലെ വോട്ടിന് ഇതോടെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ തുടക്കമായി. 111-ാം വയസ്സിലും വോട്ട് ചെയ്ത് താരമായിരിക്കുകയാണ് C കുപ്പച്ചി. കാഞ്ഞങ്ങാട് നിയമസഭാ മണ്ഡലത്തിലെ പാർട്ട് 20-ലെ 486-ാം സീരിയൽ നമ്പർ വോട്ടറാണ് C കുപ്പച്ചി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശപ്രകാരം വീട്ടിൽ വോട്ട് പ്രക്രിയയുടെ ഭാഗമായി പോളിംഗ് ഉദ്യോഗസ്ഥർ വെള്ളിക്കോത്ത് അടോട്ട് കുലോത്തുവളപ്പിലെ C കുപ്പച്ചിയുടെ വീട്ടിലെത്തിയാണ് വോട്ട് രേഖപ്പെടുത്താൻ സൗകര്യമൊരുക്കിയത്.
ലോക്സഭാ മണ്ഡലം വരണാധികാരിയും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനുമായ ജില്ലാ കളക്ടർ കെ ഇമ്പശീകറിന്റെ സാന്നിധ്യത്തിൽ ഇതോടെ വീട്ടിലെ വോട്ട് രേഖപ്പെടുത്തുന്നതിന് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ തുടക്കമായി. മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിലും വീട്ടിലെ വോട്ട് ആരംഭിച്ചു. ഒന്നാം പോളിംഗ് ഉദ്യോഗസ്ഥൻ കൃഷ്ണനായിക് പേര് വിളിച്ചു. തിരിച്ചറിയൽ രേഖ പരിശോധിച്ചു. രണ്ടാം പോളിംഗ് ഉദ്യോഗസ്ഥൻ സുബിൻ രാജ് ചൂണ്ടുവിരലിൽ മഷി പുരട്ടി. പിന്നെ കുപ്പച്ചിയമ്മ വിരലടയാളം രേഖപ്പെടുത്തി. വീട്ടിൽ സജ്ജമാക്കിയ താൽക്കാലിക വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ വോട്ട് രേഖപ്പെടുത്തി. മകന്റെ മരുമകൾ ബേബിയുടെ സഹായത്തോടെയാണ് ഇത്തവണ കുപ്പച്ചി വോട്ട് ചെയ്തത്. വോട്ട് രേഖപ്പെടുത്തിയ ബാലറ്റ് പേപ്പർ ഇട്ട കവർ ഒട്ടിച്ച ശേഷം കവർ മെറ്റൽ ഡ്രോപ്പ് ബോക്സിൽ നിക്ഷേപിച്ചു. സംസ്ഥാനത്തെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഇവർ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രായം കൂടിയ വോട്ടറാണ്. വോട്ടെടുപ്പ് നടപടികൾ നിരീക്ഷിച്ച ജില്ലാ കളക്ടർ കെ ഇമ്പശീകർ കുപ്പച്ചിയമ്മയെ ആശംസയറിയിച്ച് പൂച്ചെണ്ട് നൽകി. കളക്ടറെ തിരിച്ചറിഞ്ഞപ്പോൾ കുപ്പച്ചിയമ്മ സന്തോഷം പങ്കിട്ടു. വീട്ടിലെ വോട്ടിന് സാക്ഷിയാകാൻ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും അയൽവാസികളും എത്തിയിരുന്നു. അയൽവാസി കാരിച്ചി നെൽക്കതിർ ചെണ്ട് നൽകി ജില്ലാ കളക്ടറെ സ്വീകരിച്ചു. ജനാധിപത്യത്തിന് കരുത്തു പകരാൻ കുപ്പച്ചിയമ്മയെ പോലെ എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്ത ഇവർ മാതൃകയാണെന്നും കളക്ടർ പറഞ്ഞു. 5 ഏജ് മുകളിലുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കും ഉള്ള ഹോം വോട്ടിംഗ് സംവിധാനമാണ് ഇന്നു മുതൽ നമ്മൾ നടപ്പിലാക്കുന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എല്ലാ വോട്ടർമാരെയും വോട്ട് ചെയ്യിപ്പിക്കണമെന്നാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രവർത്തനം നമ്മൾ ചെയ്തത്. ഇന്ന് നമ്മുടെ ജില്ലയിൽ, കാസർഗോഡിൻ്റെ നമ്മുടെ ജില്ലയിൽ 111 വയസ്സ് പൂർത്തിയായ നമ്മുടെ ഒരു വളരെ ഏറ്റവും ഏജ് കൂടുതലായിട്ടുള്ള ഒരു വോട്ടറാണ് ഇവിടെ വന്ന് ഹോം വോട്ടിംഗ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ അതിൽ എല്ലാവരും വോട്ടിംഗ് ഇതിൽ പങ്കെടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാഞ്ഞങ്ങാട് മണ്ഡലം ഹോം വോട്ട് സ്പെഷ്യൽ ഓഫീസർ ജില്ലാ ടൗൺ പ്ലാനർ ലിലിറ്റി തോമസ്, ഒന്നാം പോളിംഗ് ഓഫീസർ കൃഷ്ണനായിക്, രണ്ടാം പോളിംഗ് ഓഫീസർ സുബിൻ രാജ്, മൈക്രോ ഒബ്സർവർ SK മഹേഷ് ലാൽ, ബൂത്ത് ലെവൽ ഓഫീസർ മൊയ്തു, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ M മധുസൂദനൻ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 34 വർഷങ്ങൾക്ക് മുമ്പുള്ള കേസിലെ വാറന്റ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുണിയ ചരുമ്പയിലെ CH മുഹമ്മദ് ഷാഫിയാണ് നീലേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തത്. വിസ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്ത കേസിൽ 34 വർഷമായി ഒളിവിൽ കഴിയുകയായിരുന്ന വാറന്റ് പ്രതിയെ ഹോസ്ദുർഗ് പോലീസ് ഇൻസ്പെക്ടർ MP ആസാദും സംഘവും അറസ്റ്റ് ചെയ്തു. കുണിയ ചരുമ്പയിലെ CH മുഹമ്മദ് ഷാഫിയാണ് അറസ്റ്റ് ചെയ്തത്. 1989 തൃക്കരിപ്പൂർ ഉടുമ്പന്തല സ്വദേശിയിൽ നിന്നും പാറപ്പള്ളിയിൽ വെച്ച് വിദേശത്തേക്കുള്ള വിസ നൽകാമെന്ന് പറഞ്ഞ് 15,000 രൂപ വാങ്ങിയെന്നാണ് പരാതി. വിസയോ പണമോ തിരികെ നൽകാൻ തയ്യാറാകാതെ വഞ്ചിച്ചുവെന്നാണ് കേസ്. പോലീസിനെ വിട്ടിച്ച് ഇയാൾ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാറി മാറി ഒറ്റയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. നിരവധി തവണ പോലീസിന്റെ നീക്കം മണത്തറിഞ്ഞ് ഒളിവിൽ പോയിട്ടുണ്ട്. സബ് ഇൻസ്പെക്ടർ MTP സൈഫുദ്ദീൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ M കുഞ്ചബ്ദുള്ള, സിവിൽ പോലീസ് ഓഫീസർമാരായ K സംജിത്ത്, M മനു എന്നിവരും പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. ഭിന്നിപ്പിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയെന്ന് AIC വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല. എടമുണ്ടയിൽ കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റിക്കും രാജീവ് ജി ക്ലബിനുമായി നിർമ്മിച്ച രാജീവ് ഭവൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭിന്നിപ്പിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയെന്ന് AIC വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ ഒന്നിപ്പിക്കാനാണ് പരിശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. രാഹുൽ ഗാന്ധി നടത്തിയ യാത്രകളെല്ലാം രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും മതേതരത്തിനും വേണ്ടിയുള്ളതായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എടമുണ്ടയിൽ കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റിക്കും രാജീവ് ജി ക്ലബിനുമായി നിർമ്മിച്ച രാജീവ് ഭവൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ രാജ്യത്തെ ഇനിയും പുരോഗതിയിലേക്ക് എത്തിക്കുമായിരുന്നു. വലിയ സ്വപ്നങ്ങളുള്ള ഒരു നേതാവായിരുന്നു. രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുമായിരുന്ന നേതാവാണ് ശ്രീ രാജീവ് ഗാന്ധി. രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി സ്വന്തം ജീവിതം ബലിയർപ്പിച്ച നേതാക്കളാണ് ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും. ഇന്ത്യയിൽ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ഇതുപോലെ സ്വന്തം നേതാക്കന്മാരെ നഷ്ടപ്പെട്ടിട്ടില്ല.
രാജ്യത്തിന്റെ ഐക്യത്തിനു വേണ്ടിയാണ് ഇന്ദിരാഗാന്ധി ജീവൻ ബലിയർപ്പിച്ചതെങ്കിൽ രാജ്യത്തിന്റെ മഹത്തായ മൂല്യങ്ങൾക്ക് വേണ്ടിയാണ് രാജീവ് ഗാന്ധി സ്വന്തം ജീവിതം ബലിയർപ്പിച്ചത്. ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന വെല്ലുവിളി വർഗീയതയുടെ വെല്ലുവിളിയാണ്. യോഗത്തിൽ സംഘാടക സമിതി ചെയർമാൻ രാജൻ പെരിയ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ, K നീലകണ്ഠൻ, BP പ്രദീപ് കുമാർ, PV സുരേഷ്, CK അരവിന്ദൻ, KV ഗോപാലൻ, P ശ്രീകല, ചന്ദ്രൻ കരിച്ചേരി, സുധീഷ് ബാബു, M മാധവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പടന്ന മൂസ ഹാജി മുക്കിൽ പൊതുയോഗം നടന്നു. രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് പൊതുയോഗം സംഘടിപ്പിച്ചത്. യോഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ പൗരത്വ ഭേദഗതി നിയമം വലിച്ചെറിയുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഈ നാടിന്റെ ദുഃഖങ്ങളിൽ, പ്രയാസങ്ങളിൽ, വേദനകളിൽ, സന്തോഷങ്ങളിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. പാർലമെന്റിനകത്ത് വർഗീയതയ്ക്കും ഫാസിസത്തിനുമെതിരായ പോരാട്ടത്തിൽ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ടായിരുന്നു. പൗരത്വ നിയമ ഭേദഗതി ബില്ല് വലിച്ചു കീറി സ്പീക്കറുടെ മുഖത്തേക്ക് എറിഞ്ഞതിനാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ എല്ലാ വർഗീയ നടപടികൾക്കുമെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം അദ്ദേഹം പാർലമെന്റിനകത്തും പുറത്തും നടത്തുകയുണ്ടായി. ചടങ്ങിൽ TKC മുഹമ്മദ് അലി ഹാജി അധ്യക്ഷത വഹിച്ചു. നിരവധി UDF നേതാക്കൾ പൊതുയോഗത്തിൽ സംസാരിച്ചു. ഉർമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേരള ആർട്ടിസ്റ്റ് ഫ്രട്ടർണിറ്റി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഫ് സ്ഥാപക ദിനാഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഗീതരത്നം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ കലാകാരന്മാരുടെ ഏറ്റവും വലിയ സംഘടനയായ കേരള ആർട്ടിസ്റ്റ് ഫ്രട്ടർണിറ്റി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച കാഫ് ഡേ സംഗീതരത്നം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കാഫ് ജില്ലാ പ്രസിഡന്റ് RK കവ്വായി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഇസ്മയിൽ തളങ്കര സ്വാഗതം പറഞ്ഞു. ജില്ലാ ചെയർമാൻ ശിവപ്രസാദ്, പ്രമോദ് P നായർ, രാജേഷ് കാസർഗോഡ്, KVK എളേരി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കാഫ് അംഗങ്ങളുടെ വിവിധ പരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തൃക്കരിപ്പൂർ കൊയങ്കര പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവത്തിന് മുന്നോടിയായി നടപ്പന്തൽ സമർപ്പണം നടത്തി. ക്ഷേത്രം തന്ത്രി തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് നടപ്പന്തൽ സമർപ്പിച്ചത്. കൊയങ്കര പുതിയടത്തട്ടിന് മീത്തൽ പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ ഏപ്രിൽ 21 മുതൽ 23 വരെ കളിയാട്ട മഹോത്സവം നടക്കും. ക്ഷേത്ര കമ്മിറ്റിയും വനിതാ കമ്മിറ്റിയും ചേർന്ന് 12 ലക്ഷത്തിൽ പരം രൂപ ചെലവിട്ട് നിർമ്മിച്ച നടപ്പന്തൽ സമർപ്പണം നടത്തി. ക്ഷേത്രം തന്ത്രി തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ സമർപ്പിച്ചു. നടപ്പന്തലിന് പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ തച്ചുശാസ്ത്ര വിദഗ്ധൻ TV രമേശൻ ആചാരി, എഞ്ചിനീയർ K സുനിൽകുമാർ എന്നിവരെ ആദരിച്ചു. ക്ഷേത്രം കോയിമ KK വിജയൻ, ഉപകർമ്മി പാലായി ശ്രീധരൻ, ആചാരക്കാർ, കൂട്ടായിക്കാർ, സമുദായക്കാർ എന്നിവർ ഉൾപ്പെടെ നൂറുകണക്കിന് പേർ പങ്കെടുത്തു. തുടർന്ന് ചുറ്റുവിളക്കും പായസദാനവും നടന്നു. ഉർമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളി കുടുംബസംഗമം സംഘടിപ്പിച്ചു. കാടങ്കോട് ജയ്ഹിന്ദ് വായനശാല പരിസരത്ത് വെച്ചാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത്. അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാടങ്കോട് നടന്ന മത്സ്യത്തൊഴിലാളി കുടുംബസംഗമം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. കാടങ്കോട് ജയ്ഹിന്ദ് വായനശാല പരിസരത്ത് സംഘടിപ്പിച്ച സംഗമത്തിൽ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KK ബാബു അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ, വൈസ് പ്രസിഡന്റ് KK രാജേന്ദ്രൻ, മുൻ MLA KP കുഞ്ഞിക്കണ്ണൻ, KPCC സെക്രട്ടറി K നീലകണ്ഠൻ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി R ഗംഗാധരൻ, ജില്ലാ ജനറൽ സെക്രട്ടറി പ്രദീപൻ തുരുത്തി, TCA റഹ്മാൻ, ഹക്കീം കുന്നിൽ, KP പ്രകാശൻ, V നാരായണൻ, ഡോക്ടർ KB ശശിധരൻ, K കേളൻ, മൂത്തൽ കണ്ണൻ, സജീന്ദ്രൻ, മരക്കാപ്പ് കടപ്പുറം എന്നിവർ സംസാരിച്ചു. ഉർമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.
മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തണമെന്ന ആവശ്യം കേരള ഗവൺമെന്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം നടന്നു. മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുക, അവശ്യ മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തുക, കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തപ്പെട്ട സ്ഥാപനങ്ങളിൽ ഫാർമസിസ്റ്റുമാരുടെ അധികം തസ്തികകൾ സൃഷ്ടിക്കുക എന്നീ ആവശ്യങ്ങൾ കേരള ഗവൺമെന്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. RCH ഓഫീസർ ഡോക്ടർ ഷാൻഡി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഷാജി M അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി മണികണ്ഠൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിനോദ് കുമാർ K, EP മുരളീധരൻ, മനോജ് MS, രാജീവൻ MV എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി ഷബാന M സ്വാഗതം പറഞ്ഞു. തുടർന്ന് സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രസിഡന്റ് M ഷാജിക്ക് യാത്രയയപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് മടിക്കൈ കന്നാടം മകാം ഉറൂസ് ഏപ്രിൽ 19 മുതൽ 22 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മടിക്കൈ കന്നാടം മഖാമുറൂസ് 19 മുതൽ 22 വരെ തീയതികളിലായാണ് നടക്കുന്നത്. ഏപ്രിൽ 19 വെള്ളിയാഴ്ച ജുമാ നിസ്കാരാനന്തരം പതാക ഉയർത്തൽ നടക്കും. ഉറൂസ് കമ്മിറ്റി ചെയർമാൻ C മൊയ്തു അമ്പലത്തറ പതാക ഉയർത്തും. കന്നാടം ഖത്തീബ് അബ്ദുൾ ഖാദർ സഖാഫി ആറങ്ങാടി ഉദ്ഘാടനം നിർവഹിക്കും. ജമാഅത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ലത്തീഫ് കന്നാടം അധ്യക്ഷത വഹിക്കും. ഉറൂസ് കമ്മിറ്റി കൺവീനർ റസാഖ് കന്നാടം സ്വാഗതം പറയും. ഏപ്രിൽ 20 കാഞ്ഞങ്ങാട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഖാസി പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. മടിക്കൈ മേഖലാ ജമാഅത്ത് സെക്രട്ടറി മുബാറക് എരിക്കുളം അധ്യക്ഷത വഹിക്കും. തുടർന്ന് സ്വലാത്ത് വാർഷികവും മജ്ലിസുന്നൂറും നടക്കും. സിറാജുദ്ദീൻ തങ്ങൾ ബുഖാരി പൊന്മുണ്ടം നേതൃത്വം നൽകും. മാണിക്കോത്ത് KHM സ്കൂൾ ചെയർമാൻ നാസർ ഫ്രൂട്ട് മുഖ്യാതിഥിയായിരിക്കും. ഏപ്രിൽ 21 നടക്കുന്ന സമാപന സമ്മേളനം കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് കുഞ്ഞാമത് ഹാജി പാലക്കി ഉദ്ഘാടനം ചെയ്യും. കർണാടകം ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് എഞ്ചിനീയർ KP ഷെരീഫ് ഹാജി അധ്യക്ഷത വഹിക്കും. മലയാളം ടുഡേ ചെയർമാൻ ഷംസുദ്ദീൻ പാലക്കി, IAS അക്കാദമി കുണിയ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോ ചെയർമാൻ നിസാർ കുണിയ എന്നിവർ മുഖ്യാതിഥിയായിരിക്കും. തുടർന്ന് ഉസ്താദ് ആഷിഖ് ദാരിമി ആലപ്പുഴ പ്രഭാഷണം നടത്തും. ഉറൂസ് കമ്മിറ്റി വൈസ് ചെയർമാൻ ലത്തീഫ് അമ്പലത്തുകര സ്വാഗതവും ജമാഅത്ത് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി അസീസ് BK നന്ദിയും പറയും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ KP ഷെരീഫ് ഹാജി, C മൊയ്തു, MH ഷെരീഫ്, K ലത്തീഫ്, K ഫൈസൽ, അബ്ദുൾ റഹ്മാൻ ഏച്ചിക്കാനം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് മണ്ഡലത്തിൽ നടത്തിയ മോക്ക് പോളിൽ ചെയ്യാത്ത വോട്ട് വോട്ടിംഗ് മെഷീൻ BJP സ്ഥാനാർത്ഥിയുടെ പേരിൽ രേഖപ്പെടുത്തിയെന്ന പരാതിയിൽ ഇടപെട്ട് സുപ്രീം കോടതി. മോക്ക് പോളുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആക്ഷേപങ്ങൾ പരിശോധിക്കാൻ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകി. കാസർഗോഡ് മണ്ഡലത്തിൽ മോക്ക് പോളിനിടെ ഉയർന്നുവന്ന പരാതി ആരോപണം ഉന്നയിച്ച ഏജന്റുമാരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ. പ്രശ്നം കണ്ട മെഷീനിൽ പരിശോധന നടത്തി. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ LDFന്റെ പ്രചരണ വീഡിയോ വിവാദത്തിൽ. LDF ഔദ്യോഗിക പേജിലാണ് വീഡിയോ ഇറക്കിയത്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സർക്കാർ പ്രഖ്യാപിച്ച സൗജന്യ ചികിത്സയും മുടങ്ങി. വൻതുക കുടിശ്ശികയായതോടെയാണ് മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രികൾ ചികിത്സ നിർത്തിവച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമുള്ള വീട്ടിലെ വോട്ടിന് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ തുടക്കമായി. ജനാധിപത്യത്തിന് കരുത്തു പകരാൻ 111 വയസ്സിലും വോട്ട് ചെയ്ത് കാസർഗോഡ് വെള്ളിക്കോത്തെ കുപ്പച്ചിയമ്മ. 34 വർഷങ്ങൾക്ക് മുമ്പുള്ള കേസിലെ വാറണ്ട് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുണിയ ചരുമ്പയിലെ CH മുഹമ്മദ് ഷാഫിയാണ് നീലേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.